എല്ലാവർക്കും സ്പൈസി വില്ലേജിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡിഷിന് പനീർ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ പനീർ മട്ടർ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പനീർ മട്ടർ മസാല എല്ലാവരും ക്രീം അല്ലെങ്കിൽ കാഷ്യൂ ഒക്കെ അരച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് അതൊന്നും ഇല്ലാതെ വെറും ബട്ടർ മാത്രം യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമ്മളൊരു പനീർ മട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. അത് 2-3 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതെല്ലാം വാടുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. സവാള ബ്രൗൺ നിറമാവാൻ നിൽക്കരുത്. അതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൊണ്ട് നന്നായി വഴറ്റണം. ഈ പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം വെന്തുടഞ്ഞു വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായി മാറ്റി വെക്കണം. ചൂടാറിയ ശേഷം തക്കാളിയും സവാളയെല്ലാം മിക്സിയിലേക്ക് മാറ്റി നന്നായി അരച്ച് എടുക്കണം. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി നേരത്തെ ഉപയോഗിച്ച അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വീണ്ടും ഇളക്കുക. വീണ്ടും 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക.
5 മിനിറ്റിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെറു ചൂടോടെ 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. കസൂരി മേത്തി ഇതിലേക്ക് ഞെരടി ആഡ് ചെയ്യുക. അത് ഓപ്ഷണൽ ആണ്. അപ്പോൾ നമ്മുടെ സ്പൈസി പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.